പ്രിയപ്പെട്ട MA അറബിക് പഠിതാക്കളെ, വളരെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം കവർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം മാത്രമാണ് ഞാൻ വായിക്കുന്നത്, ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രത്യേകമായി കവർ ചെയ്യേണ്ട ഭാഗം അൽ അസ്റുൽ ജാഹിലി, അൽ അസ്റുൽ ഇസ്ലാമി, അതുപോലെ അൽ അസ്റുൽ ഉമവി. അമവി എന്ന് പറയാറുണ്ട്, ഉമവി എന്നതായിരിക്കും ഇതിൻ്റെ ശരിയായ രീതി, പറയേണ്ടത് അങ്ങനെയാണ്, ഉമവി എന്നാണ്. അതുപോലെ തന്നെ അൽ അസ്റുൽ അബ്ബാസി, അൽ അസ്റു തുർക്കി, ഇങ്ങനെ അഞ്ച് അസ്റുകളായി, 5 കാലഘട്ടങ്ങളായി സാഹിത്യ കാലഘട്ടത്തെ തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഭാഗം മാത്രമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഖസ്സമ ഉലമാ ഉൽ അദബ് അൽ അറബി, അറബ് സാഹിത്യ പണ്ഡിതന്മാർ ഡിവൈഡ് ചെയ്തു അൽ അദബ, അദബിനെ വിഫ്ക ഹഖ്ബിഹി അത്താരിഖിയ, ചരിത്രഘട്ടം അനുസരിച്ച്, ഇലാ 5 ഉസൂർ അസാസിയ, ഏറ്റവും പ്രധാനപ്പെട്ട 5 കാലഘട്ടങ്ങളായിട്ട്. ഒന്നല്ല അസ്റുൽ ജാഹിലിയു, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ജാഹിലി എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ അർത്ഥം അജ്ഞാനകാലം എന്നൊക്കെയാണ്. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ വിവരക്കേട് എന്നാണ്, അറിവില്ലായ്മ എന്നാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക, ജാഹിലിയ കാലഘട്ടം അധർമ്മങ്ങളുടെ കാലഘട്ടം, അക്രമങ്ങളുടെയും അനാചാരങ്ങളുടെയും അധർമ്മങ്ങളുടെയും കാലം. അതായത് വിവരക്കേട്, വിവരമില്ലായ്മയല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം അറബികൾ വലിയ സാഹിത്യകാരന്മാരായിരുന്നു, അറിവുണ്ടായിരുന്നു, പക്ഷേ അധർമ്മം വളരെ കൂടുതലായി നടമാടിയിരുന്നു. അതുകൊണ്ടാണ് അൽ അസ്റുൽ ജാഹിലി എന്നതിന് പേര് വന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ഏത് കാലമാണ്? വഹുവമാക്കാന ഖബല ബിഅസത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പുള്ള, നബിയാകുന്നതിന് മുമ്പുള്ള കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിലാണല്ലോ പ്രവാചകത്വം ലഭിക്കുന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടം, അതാണ് അൽ അസ്റുൽ ജാഹിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വയുഹദ്ദിദു ബഅ്ദുഹും 150 ആമൻ ഔ അക്സറ ഖലീലൻ. ചില ആളുകൾ പറയുന്നുണ്ട് 150, അതായത് ചില ആളുകൾ കൃത്യമാക്കി പറയുന്നുണ്ട് എത്ര വർഷമാണത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പുള്ള കാലം, അതാണല്ലോ ജാഹിലിയ കാലം. അതെത്രയുണ്ട് എന്ന് പണ്ഡിതന്മാർ കൃത്യമാക്കി പറഞ്ഞു തരുന്നുണ്ട്. അതായത് 150 വർഷം. ഔ അക്സറ ഖലീലൻ, അല്ലെങ്കിൽ ഒരല്പം കൂടുതൽ, 150ൻ്റെ മുകളിൽ ഒരല്പം, 150ൻ്റെ മുകളിൽ വരും, അല്ലെങ്കിൽ 150. നമ്മളിത് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു 150 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പുള്ള ഒരു 150 വർഷത്തോളം കാലം, അതിനാണ് അൽ അസ്റുൽ ജാഹിലി എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കുക. രണ്ടാമത്തെ അൽ അസ്റുൽ ഇസ്ലാമിയാണ്. വയങ്കസിമുല ഖിസ്മൈൻ, ശ്രദ്ധിക്കണം. ഇത് ഇസ്ലാമിക കാലഘട്ടം ഇതെന്നാണ്? ഇത് അസ്റു സ്വദിറുൽ ഇസ്ലാം, അത് പ്രത്യേകം നമ്മൾ ഓർക്കുക. ഒന്ന് സ്വദുറുൽ ഇസ്ലാമാണ്, ഇസ്ലാമിൻ്റെ പ്രാരംഭ കാലകമാണ്. മീൻ ബിഅസത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവ ഉദ്ദേശിക്കുന്നത് ഒന്ന് അൽ അസ്റുൽ ഇസ്ലാമി. അൽ അസ്റുൽ ഇസ്ലാമി എന്ന് പറയുന്ന രണ്ടാമത്തെ കാലം, അതിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം അത് ഓർക്കണം. അൽ അസ്റുൽ ഇസ്ലാമി എന്ന് പറയുമ്പോൾ അത് 2 വിധമാണ്. വയങ്കസിമുല ഖിസ്മൈനി എന്ന് കാണാം, 2 വിഭാഗമാക്കി ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് ഇലാ നിഹായത്തി അസ്റിൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണകാലം അവസാനിക്കുന്നത് വരെ. അതായത് ഖുലഫാഉർ റാഷിദീൻ എന്ന് പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ആണ് 4ാമത്തെ ഖലീഫ. അപ്പോൾ അവരുടെ കാലഘട്ടം വരെ ഒരു ഘട്ടമാക്കിയിട്ടും അതിനുശേഷം ഉമവി ഭരണാധികാരികൾ വന്നു. ഹിജ്റ 132 വരെയാണ് അവർ വന്നത്. അപ്പോൾ അതിന് ശേഷം
ഉള്ള ആ കാലഘട്ടം ഹിജ്റ 132 വരെയുള്ള കാലഘട്ടം മറ്റൊരു ഘട്ടമായിട്ടും ഇങ്ങനെ രണ്ടാക്കി ഇവർ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ അൽ അസ്റുൽ ഇസ്ലാമിയിൽ പെട്ടത് തന്നെയാണ്. എന്താ ഇപ്പോൾ പറഞ്ഞത്? അൽ അസ്റുൽ ഇസ്ലാമി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് ഉമവിയ ഭരണകൂടം അവസാനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിനാണ് അൽ അസ്റുൽ ഇസ്ലാമി എന്ന് പറയുന്നത്. അത് രണ്ട് ഘട്ടമാക്കി അതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രവാചകത്വം നബിക്ക് ലഭിച്ച് 4ാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം വരെയുള്ള ആ ഒരു ടൈം, അതൊരു ഘട്ടവും. മറ്റൊന്ന്, അവിടെ നിന്ന് അലി റളിയല്ലാഹു അൻഹു മുതൽക്ക് ഉമവിയ ഭരണം അവസാനിക്കുന്ന വരെയുള്ള സമയം. അതെന്നാണ് ഹിജ്റ 132. ഇങ്ങനെ രണ്ടാക്കി അതിനെ തരംതിരിച്ചിരിക്കുന്നു. അത് സ്വാഭാവികമാണ്. കാരണം 4 ഖലീഫമാരുടെ കാലഘട്ടം ഖുലഫാഉർ റാഷിദീൻ എന്ന് പറയുന്നത് ഏറ്റവും സുവർണമായ ഇസ്ലാമിൻ്റെ കാലഘട്ടമായിരിക്കും. വളരെ കൃത്യമായ നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നൊരു കാലഘട്ടം. പിന്നെ അധികാരത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുപാട് കലഹങ്ങളൊക്കെ ഉള്ള കാലമാണ് പിന്നീട് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് രണ്ടാക്കി തരംതിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടവും പിന്നെ മറ്റൊന്ന് അവിടെ മുതൽക്ക് ഉമവിയ ഭരണം അവസാനിക്കുന്ന 132 ഹിജ്റ 132. അത് ആ രണ്ട് ഡേറ്റ് നമ്മൾ ഓർത്ത് വെക്കണം. ഒന്ന് 41 ഹിജ്റ 41 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം അവസാനിക്കുന്നത്. 41 മുതൽ 132 വരെയുള്ള കാലഘട്ടമാണ് ഉമവിയ ഭരണകാലം. അത് നമ്മൾ പ്രത്യേകം ഓർക്കുക.